ഞങ്ങൾ ഈ ചാനലിൽ ഈ ചർച്ചയൊക്കെ നടത്തുമ്പോൾ വരുന്ന കോൺഗ്രസ് വക്താക്കളൊക്കെ പറയുന്നുണ്ട്, ഈ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു, അദ്ദേഹത്തിന് കസേരയുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ അത് വന്നത്. കാരണം ആ ലിസ്റ്റിൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയതും ഇന്ന് രാവിലെ വാർത്തകളിലൊക്കെ വന്നിരുന്നു, പ്രതിപക്ഷ നേതാവിൻ്റെ പേര് ആദ്യ പേരുകാരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പങ്കെടുത്തില്ല. പക്ഷേ അതിന് കാരണക്കാരൻ തുറമുഖ വകുപ്പ് മന്ത്രിയാണെന്നാണ് ഈ ചാനൽ ചർച്ച വരുമ്പോൾ കോൺഗ്രസ് വക്താക്കളൊക്കെ പറയുന്നത്. അങ്ങനെ സംഭവിച്ചോ? അതവർക്ക് തികച്ചും യാഥാർത്ഥ്യബോധമില്ലാതെയും കാര്യം മനസ്സിലാക്കാതെയും പറയുന്നവരാണ്. കാരണം ആദ്യം ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചെങ്കിൽ മാത്രമേ അവിടുന്ന് ആരെയൊക്കെ വിളിക്കണം എന്ന രൂപത്തിൽ മറുപടി കിട്ടൂ. അവരുടെ മറുപടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓരോരുത്തർക്കും കത്ത് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഈ മെസ്സേജ് ടെൻഡേറ്റീവായി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പങ്കെടുക്കേണ്ടവരുടെ ലിസ്റ്റ് അയച്ചു കൊടുത്തു. നമുക്ക് 28-ാം തീയതി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞപ്പോൾ 28-ാം തീയതി ഡേറ്റ് വെച്ച് ആ കത്ത് അദ്ദേഹത്തിന് കൈ കിട്ടിയത് 29-നാണെന്ന് പറയുന്നു. എന്തായിരുന്നാലും 2-ാം തീയതി നടക്കുന്ന പരിപാടിക്ക് 29-ാം തീയതി കത്താക്കി കിട്ടി എന്നുള്ള കാര്യത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്ന് പറയണമെന്നാണ്. അത് തീരുമാനിക്കുന്നത് ഞാനല്ല. അതാണ് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്. അവിടെ അദ്ദേഹം പ്രസംഗിക്കുകയാണോ ഏത് തരത്തിലുള്ള സമീപനമാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ഏതായാലും അദ്ദേഹത്തെ ക്ഷണിക്കാൻ അനുമതി കിട്ടിയപ്പോൾ വേദി ഇരുത്തുമെന്ന് ഉറപ്പല്ലേ. മാത്രമല്ല, തന്ന ലിസ്റ്റിനകത്ത് എത്രാം സ്ഥാനത്താണെന്ന് വരെ ഞാൻ ഇപ്പോൾ പരസ്യപ്പെടുത്തിയിരുന്നു. 9-ാം സ്ഥാനത്ത് വി.ഡി. സതീശൻ്റെ പേരാണ് ഉൾപ്പെടുത്തിയത്. അതായത് അതിൽ പ്രധാനമായി പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, പോർട്ട് മന്ത്രി, കേന്ദ്ര പോർട്ട് മന്ത്രി, അത് കഴിഞ്ഞ സംസ്ഥാന മന്ത്രിമാർ, കഴിഞ്ഞാൽ ആദ്യം ചേർത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ്, അത് കഴിഞ്ഞാണ് എം.പിമാരുടേതും എം.എൽ.എമാരുടേതും മേയറുടെയും എല്ലാം ചേർത്ത് അവർ തിരിച്ചു തന്നത്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്ക് ഇടയ്ക്ക് കയറ്റി എഴുതാൻ പറ്റും. ആ ലിസ്റ്റ് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പരസ്യപ്പെടുത്തി കാണിക്കാം, കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു തന്നു. അപ്പോൾ കൃത്യമായി ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കത്ത് കൊടുക്കാൻ താമസിച്ചെന്നൊക്കെ ഒരു തുടിഞ്ഞായം പറഞ്ഞ് ആ രംഗത്തുനിന്ന് പറ്റിയ അബദ്ധത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വാദമുഖങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ മിനിസ്റ്റർ കരുതുന്നത്, എൻ്റെ ചോദ്യം അതായിരുന്നു, മിനിസ്റ്റർ കരുതുന്നത് ഇതിൻ്റെ ഒരു തുടക്കം മാധ്യമപ്രവർത്തകർ താങ്കളോട് ചോദിച്ചപ്പോൾ ഇതൊരു വാർഷിക ആഘോഷകാലമാണ് സർക്കാരിനെ സംബന്ധിച്ച്, അതിനിടയിലാണ് ഈ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനവും കമ്മീഷനിങ്ങും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമോ? മുമ്പ് ബഹിഷ്കരിച്ചൊരു ഒരുപാട് തവണ സർക്കാർ പരിപാടിയിൽ ബഹിഷ്കരിച്ചൊരു പ്രതിപക്ഷ നേതാവാണ്. അത് താങ്കളുടെ അഭിപ്രായങ്ങളിൽ നിന്നൊരു ചർച്ചയായി വന്നു. ആ അഭിപ്രായം എടുത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നപ്പോൾ അദ്ദേഹം ചില തീരുമാനങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അത്തരമൊരു സാഹചര്യം വന്നാൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ എന്നും സ്വാഭാവികമായി ആലോചിക്കാം. കൂടിയാലോചനകൾ നടത്താം, ആലോചിച്ച് അഭിപ്രായം പറയാം എന്ന് പറയാം. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ ഒരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇനി ഞാനില്ല, അങ്ങോട്ടില്ല എന്ന രീതി എടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഉത്തരവാദപ്പെട്ട പദവികളിലിരിക്കുന്ന ആളുകൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാട്ടേണ്ട ഒരു ജാഗ്രതയുടെ പാഠം പ്രതിപക്ഷ നേതാവിൻ്റെ വി.ഡി. സതീശൻ്റെ ഈ നിലപാടിന് പിന്നിൽ കാണേണ്ടതുണ്ടോ? അത് ആളുകൾ മനസ്സിലാക്കേണ്ടതാണോ? അതെ, അദ്ദേഹം കുറെ കൂടി വിവേകപൂർണമായി ഇത്തരം പ്രശ്നങ്ങളെ സമീപിക്കേണ്ടതാണ്. ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ ചെന്ന് അദ്ദേഹത്തോട് കുസൃതി ചോദ്യം, വിവാദം ഉണ്ടാക്കാൻ ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉള്ളടക്കവും ഉദ്ദേശവും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രതികരിക്കാവുള്ളൂ. ഞാൻ ഒരു മാധ്യമത്തിനോടും പരസ്യമായിട്ട് ഇങ്ങനെ വാർഷികത്തിൻ്റെ ഭാഗമുണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല. ഞങ്ങൾ ആകെ പറഞ്ഞത് 21-ാം തീയതി സംഘാടക സമിതി യോഗം ചേർന്നപ്പോൾ വിൻസെൻ്റ് എം.എൽ.എയും അതുപോലെ ഡോക്ടർ ശശി തരൂരും വന്നില്ല. അവർ പങ്കെടുക്കാതിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു സംശയം, മന്ത്രിസഭയുടെ 4-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു സമയം കൂടിയാണ് ഇത് ഞങ്ങൾ പറഞ്ഞു വന്നത്. അത് കേട്ടപ്പോൾ അതിൽ നിന്നാണോ വരാതിരിക്കുന്നത് എന്ന സംശയങ്ങൾ ഈ കാര്യത്തിൽ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ ഇവർക്ക് കൊടുക്കേണ്ട കത്തുകൾ കൊടുത്ത് ക്ഷണിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളന്ന് പരസ്യമായി എല്ലാ നിലപാടും സ്വീകരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ 21-ാം തീയതി ഞങ്ങൾ എം വിൻസെൻറ്റിനെ ക്ഷണിക്കേണ്ടതില്ലല്ലോ, ഡോക്ടർ ശശി തരൂരിനെ ക്ഷണിക്കേണ്ടതില്ലല്ലോ. അവർ രണ്ടുപേരും അതിൽ ഒരാൾ വിളിച്ച് പറഞ്ഞു, വിൻസെൻറ്റ് പറഞ്ഞു ഞാനിങ്ങനെ കാസർഗോഡ് പോവാണ്, കൊണ്ട് വരാൻ കഴിയില്ല. രണ്ടാമത് ഞങ്ങൾ 23-ാം തീയതി ഈ സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വീണ്ടും ക്ഷണിച്ചിരുന്നു. പക്ഷേ രണ്ടുപേരും വന്നില്ല. അപ്പോൾ ഒരു സംശയം ഇങ്ങനെ പോവുകയാണോ? എന്നിട്ട് പോലും ഞങ്ങൾ ഈ കാര്യത്തിൽ അദ്ദേഹം വേണ്ടെന്ന് വെച്ചില്ല, ലിസ്റ്റിൽ തയ്യാറാക്കി പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തു. തിരിച്ച് മറുപടി വന്നപ്പോൾ ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് വിളിക്കാൻ സിഗ്നൽ കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് എൻ്റെ ലെറ്റർ പാഡിൽ തന്നെ കത്ത് ബൈ ദൂതൻ വഴി കൊടുത്തയച്ചു. അദ്ദേഹം മുഖവിലേക്ക് കണക്കിലെടുക്കേണ്ടത്, അല്ലാതെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകനാണോ വിശ്വാസത്തിലെടുക്കട്ടെ? ഏതെങ്കിലും മാധ്യമപ്രവർത്തകരോട് പരസ്യമായി പറഞ്ഞത് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കട്ടെ, ഇത് ഇന്ന ചാനൽ ഇന്നത് പറഞ്ഞു എന്ന രൂപത്തിൽ ആർക്കെങ്കിലും ക്ലിപ്പ് കാണിക്കാനുണ്ടോ എവിടെയെങ്കിലും? അങ്ങനെ സംഭവം ഉണ്ടായില്ല. അപ്പോൾ ഈ കാര്യത്തിൽ പ്രശ്നം ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ കുസൃതി ചോദ്യത്തോടുകൂടി വിവാദം ഉണ്ടാക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ അത് ആ രൂപത്തിൽ മുഖവിലക്കെടുത്ത് പോവുകയല്ല അദ്ദേഹം വേണ്ടത്. അദ്ദേഹം ഈ കാര്യത്തിൽ കുറേ കൂടി വിവേകപൂർണ്ണമായി ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണം. എന്നെ വിളിച്ചാൽ 10 കയ്യാലെ ഫോൺ എടുത്തിട്ട് ഞാൻ വിളിച്ചാൽ എപ്പോഴും തിരിച്ച് മറുപടി കത്ത് തന്നാൽ അദ്ദേഹം കഴിഞ്ഞ് പല കത്തും മറുപടി പറയാറുണ്ടല്ലോ.
അദ്ദേഹം പറയാം ക്രിയാത്മക നിർദ്ദേശം ഏത് മുന്നോട്ട് വെച്ചാലും ഞാനത് അംഗീകരിക്കാറുണ്ടല്ലോ. ഓക്കെ, അത് തന്നെ പറയട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും ലാസ്റ്റിൽ ഇന്നലെയും ഇന്നും ചാനലിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇത്രാമതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കണമെന്ന വിനയപൂർവ്വമായ അഭ്യർത്ഥന എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അദ്ദേഹം ആദ്യം മുതൽ ഒരു നിഷേധാത്മക സമീപനം സ്വീകരിച്ചു. മറ്റുള്ളവർക്ക് എല്ലാതും മനസ്സിലാകുക, അവരെല്ലാം വരികയും ചെയ്തല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ അദ്ദേഹം പൊതുജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയാണ് ഈ സന്ദർഭത്തിലുണ്ടായത്. ശരി, ഞാൻ ഒരൊറ്റ കാര്യം കൂടി നമുക്ക് അതിവേഗം നിർത്താം. അത് മോദിയുടെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇപ്പോൾ അദാനിയുമായി ബന്ധപ്പെടുത്തി താങ്കൾ സംസാരിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് അദാനി പാർട്ട്ണർ എന്ന നിലയിൽ ഇന്നിപ്പോൾ തോമസ് ഐസക്കൊക്കെ അതേക്കുറിച്ച് അതിഗംഭീരമായ മറുപടി സ്വഭാവത്തിൽ മറുപടിയോടുകൂടി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിനിസ്റ്റർ എന്ത് മറുപടി പറയുന്നു? പ്രധാനമന്ത്രി പോലും അത് കേട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഈ സ്വകാര്യ മൂലധനത്തെയൊക്കെ വാദോരാതെ വാഴ്ത്തുന്നു എന്ന നിലയിലേക്ക് അതിനെ ഒന്ന് വേറൊരു നറേറ്റീവിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പാർട്ട്ണർ എന്ന നിലയിൽ അദാനി കമ്പാരിസൺ നടത്താൻ ശ്രമിക്കുന്നു. ശ്രദ്ധിച്ചല്ലോ, അങ്ങയുടെ ഒരു മറുപടി എന്താണ്? ഇല്ല, ആ കാര്യത്തിൽ ഞങ്ങൾ ഒരു തരത്തിലും സ്വകാര്യ മൂലധനത്തെ പ്രോത്സാഹിപ്പിച്ചോ അതിനെ വാഴ്ത്തിപ്പാടുന്ന രൂപത്തിൽ ഒരു ഡയലോഗും അവിടെ പറഞ്ഞു. ഗവൺമെൻറ് ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് അനുസരിച്ചാണ് അദാനി ഇതിൻ്റെ പാർട്ട്ണറായത്. ആ പാർട്ട്ണർഷിപ്പ് നമ്മൾ യഥാർത്ഥത്തിൽ പൊളിച്ചെഴുതിയാൽ പിന്നെയും പദ്ധതിക്ക് കാലതാമസം വരും എന്നുള്ളത് കൊണ്ട് അന്ന് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കിയത് അനുസ്യൂതം തുടരാൻ 2016 LDF ഗവൺമെൻറ് തീരുമാനിച്ചു. എന്നാൽ അന്ന് ഉണ്ടാക്കിയ കരാറിൻ്റെ ഉള്ളടക്കത്തോട് നമുക്ക് യോജിപ്പില്ലായിരുന്നു. ആ യോജിപ്പില്ലായ്മ വന്ന കാരണം ഒന്ന്, നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വലിയ രൂപത്തിലുള്ള നഷ്ടമാണ്. അതിൽ നമുക്ക് 2040 ശേഷമാണ് മുഴുവൻ കമ്മീഷൻ ചെയ്യാൻ കഴിയുക. അതുപോലെ നമുക്ക് ലാഭം കിട്ടുന്നത് 20 വർഷങ്ങൾക്ക് ശേഷം മാത്രം. അത് നമ്മൾ പൊളിച്ചെഴുതിയതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ 2028 പൂർണ്ണമായും 1, 2, 3, 4 ഘട്ടം കമ്മീഷൻ ചെയ്യുന്നു. എത്ര വർഷമാണ് നമുക്ക് ലാഭം കിട്ടിയത്? മറ്റൊന്ന് 2034 മുതൽ നമുക്ക് ലാഭവിഹിതം കിട്ടാൻ തുടങ്ങുന്നു. ഇങ്ങനെ പൊളിച്ചെഴുതി നമ്മൾ ലാഭം ഉണ്ടാക്കി, കരാറും ഉണ്ടാക്കി, നമ്മളിതിനകത്ത് നമുക്ക് 65% ബാക്കി വരുന്ന കേന്ദ്ര ഗവൺമെൻറ് ധനം ഈ വായ്പ ഒഴിച്ച് ബാക്കിയുള്ളത് അദാനിയുടെ മുടക്കുമാകുമ്പോൾ അവരിപ്പം നമ്മുടെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പാർട്ട്ണറാണ്. ആ പാർട്ട്ണർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. മറിച്ച് സ്വകാര്യ മൂലധനത്തിൻ്റെ പുറകെ പോയി അവരെ വാഴ്ത്തിപ്പാടുകയും മറ്റു രൂപത്തിൽ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് നയമാണ്. അവർ ചങ്ങാത്ത മുതലാളിത്തവും ചിങ്കിടി മുതലാളിത്തവും കൊണ്ടു നടക്കുന്ന പോലെ അല്ല കേരളത്തിലെ ഗവൺമെൻറ് ഇടപെടുന്നത്. 57 EMS ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ബിർളയെ ക്ഷണിച്ചു വരുത്തി മാവൂർ ഗോളൈലൻസ് തുടങ്ങാൻ റോ മെറ്റീരിയൽസ് ആൻഡ് സബ്സിഡി ഉൾപ്പെടെ കൊടുത്തൊരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അന്നും ഈ വിവാദം ഉണ്ടാക്കാൻ ചില കൂട്ടർ പരിശ്രമിച്ചു. ആ രൂപത്തിലേക്ക് മാത്രം അതിനെ കണ്ടാൽ മതി. വിവാദങ്ങളുടെ പുറകെ പോകലല്ല ഈ കാര്യത്തിൽ. ഞങ്ങൾ മുതലാളിത്ത സമീപനം അവരുടെ പാത സ്വീകരിക്കുകയുമല്ല. മറിച്ച് ഈ കാര്യത്തിൽ ഉണ്ടാക്കിയ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ അവരെ പ്രയോജനപ്പെടുത്തി നമ്മുടെ നാടിനെന്ത് പ്രയോജനം ഉണ്ടാക്കാം എന്നാലോചിച്ച് അത് വികസിപ്പിച്ചെടുത്ത് ഒരു ഘട്ടം കഴിയുമ്പോൾ അവരെ നാട് പിടിയിക്കുന്ന രൂപത്തിലാണ് ആ കരാർ. അത് പൊതുവെ നമ്മൾ അംഗീകരിക്കപ്പെട്ട കരാറാണ്, അതിലെ പാർട്ണറാണ് എന്നുള്ളത് കൊണ്ടാണ് പ്രയോഗം നടത്തിയത്. ശരി, വളരെയധികം ഇന്നത്തെ ചടങ്ങും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു അന്താരാഷ്ട്ര മാനവും അത് കേരളത്തിൻ്റെ വളർച്ചയും രാജ്യത്തിന് കേരളം നൽകുന്ന സംഭാവനയും കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയായി അത് വൻകിട പദ്ധതിയായി തന്നെ മാറിയിരിക്കുന്നു. കേന്ദ്ര വിഹിതം 1 രൂപ പോലുമില്ല എന്ന സാഹചര്യമൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് തുറമുഖ വകുപ്പ് മന്ത്രി തന്നെ ശ്രീ VN വാസവൻ നമ്മളോട് ഈവനിംഗ് ഡിബേറ്റിൽ ഇത്രയും നേരം സംസാരിച്ചത്. മിനിസ്റ്റർക്ക് വളരെയധികം നന്ദി ഈ കാര്യങ്ങളാകെ വിശദീകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും.